പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അഥവാ മാപ്ര തലക്കെട്ടുകൾക്ക് വേണ്ടിയുള്ള അഴിഞ്ഞാട്ടത്തിൻ്റെ ഭാഗമായി നിയമസഭ ഇന്ന് പിരിഞ്ഞു. 10:40 പിരിയേണ്ടി വന്നത്. എന്തിനാണ് ഈ അഴിഞ്ഞാട്ടം നടത്തിയത്? അതാണല്ലോ പ്രസക്ത ചോദ്യം. ഉയർന്നു വന്ന വിവാദങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ചർച്ചയാകാമെന്ന് പറഞ്ഞു. ഏത് വിഷയത്തിൽ? മലപ്പുറം സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഹിന്ദു പത്രത്തിൽ വന്ന വിഷയത്തെക്കുറിച്ച് പരസ്യ ചർച്ചയാകാം. അടിയന്തര പ്രമേയ നോട്ടീസ് അംഗീകരിച്ചു. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എന്ത് ചെയ്യണം? ആ ചർച്ചയ്ക്ക് മുതിരണം. പക്ഷേ മുതിർന്നില്ല. എന്തായിരിക്കും അതിന് കാരണം? പ്രതിപക്ഷം ആവശ്യപ്പെട്ടതുപോലെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് സർക്കാർ സമ്മതിച്ചതാണ്. ദൃശ്യങ്ങൾ സഭാ TV നൽകിയിട്ടില്ല. ഇതിൽ മലപ്പുറം പരാമർശത്തിന്മേൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ മുഖ്യമന്ത്രി ആ ചർച്ചയാകാമെന്ന് സമ്മതിക്കുമ്പോൾ പ്രതിപക്ഷം വീണ്ടും സഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാക്കിയതെന്നും ഒളിച്ചോട്ടമാണെന്നുമാണ് പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി MB രാജേഷും പറഞ്ഞിരിക്കുന്നത്. അതെ, ഒരു പ്രതിഷേധം നടത്തുന്നതിന് ഒരു കാരണം വേണം. ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സന്ദർഭമാണ്. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ചർച്ച സഭയിൽ നടക്കണമെന്നേ. ആ ചർച്ച കേട്ടിട്ട് അതിൻ്റെ നെല്ലും പതിരും ആൾക്കാർക്ക് തിരിയണ്ടേ, അഥവാ ബോധ്യപ്പെടണമെന്നേ. പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും ഫലം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മളും മാപ്രകളും ചേർന്ന് കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന മുഴുവൻ കാപട്യങ്ങളും ഇന്നത്തോടെ പൊളിഞ്ഞടുങ്ങും. സ്വാഭാവികമായിട്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ചർച്ച നടക്കാൻ പാടില്ലാത്ത അവസ്ഥ ഉണ്ടാക്കണം. ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് സണ്ണി ജോസഫാണ് ആ നോട്ടീസ് നൽകിയത്. അത് ചർച്ചയാകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ട്രാക്ക് തെറ്റി. അതായത് ചർച്ച ചെയ്യാൻ സമ്മതിക്കില്ല എന്നായിരുന്നു പ്രതീക്ഷ. ഈ നോട്ടീസ് കാണുമ്പോൾ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, നോട്ടീസ് അവതരിപ്പിക്കാൻ അനുമതി കൊടുക്കില്ല എന്നുള്ള മുൻവിധി പ്രകാരമാണ് ചെന്ന് കയറിക്കൊടുത്തത്. പക്ഷേ ഒളിക്കാനില്ലാത്ത മുഖ്യമന്ത്രി പറഞ്ഞു, ശരി, അതാണോ നിങ്ങളുടെ പ്രശ്നം? ചർച്ചയാകാം. അപ്പോൾ തന്നെ വാലി തീ പിടിച്ചു. കാര്യം, ചർച്ച തുടങ്ങിയാൽ ഇരുത്തിപ്പൊരിക്കും. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയും. മാധ്യമങ്ങളിലൂടെയും സ്വയവും പറഞ്ഞു പൊലിപ്പിച്ച പല കള്ളങ്ങളും പൊളിഞ്ഞടുങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് എസ്കേപ്പ് അടിക്കണം. അത് നടക്കാതിരിക്കണം. അതിന് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തിക്കൊണ്ട് സഭയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. അതേ ചെയ്തോളൂ. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കും. ഒളിക്കാനുള്ളത് ആർക്കാണ്? ആരോപണം നേരിടുന്നവർ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ആരോപണം ഉന്നയിച്ചവർ ഒളിച്ചോടിയെങ്കിൽ? നേരത്തെ പറഞ്ഞതുപോലെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൽ ഒരു കഴമ്പുമില്ലെന്ന് ബോധ്യപ്പെടുന്നില്ലേ? അതുകൊണ്ടാണ് അവർ ഇന്ന് സഭ അലങ്കോലപ്പെടുത്തി ഇറങ്ങി ഓടിയത്. സ്പീക്കറുടെ മുന്നിലേക്ക് ബാനർ ഉയർത്തിക്കൊണ്ട് കാഴ്ച മറയ്ക്കുകയും ഡയസിലേക്ക് ഓടിക്കയറുകയൊക്കെ ചെയ്തു. എന്തിന്? ചർച്ച നടക്കട്ടെന്നേ. നിയമസഭയല്ലേ. സഭയിൽ ചർച്ച വേണ്ട, ചർച്ച നടന്നാൽ പൊളിയുമെന്നുള്ള ആ ആസൂത്രണമുണ്ടല്ലോ, അവിടെയാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളും കെട്ടിച്ചമച്ചതെല്ലാം കാപട്യങ്ങളാണെന്ന് തെളിയുന്നത്.